അല്ല, ഈ പോയിറ്റിയെ കുറിച്ച് നേരത്തെ ചോദിച്ചപ്പോൾ ഇത്തരം കാര്യങ്ങൾ സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. ബന്ധങ്ങൾ ആര് പറഞ്ഞു? ആ പോറ്റിയെ കുറിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് എനിക്ക് പോറ്റിയെ കുറിച്ച്, പോറ്റി ആരാണെന്നോ പോറ്റിയെ കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല. അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ അത്തരത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളൂ. ഈ എന്ന് പറയുമ്പോൾ ഒരു പേപ്പറോ അല്ലെങ്കിൽ അത്തരത്തിൽ കവറോ ആണ് ഗിഫ്റ്റായി നൽകിയത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ പേപ്പറോ അല്ലെങ്കിൽ അത്തരത്തിൽ കവറോ ആണ് ഗിഫ്റ്റായി നൽകിയത്. ഏതായാലും ഒരു കാര്യം പറയാം, പോറ്റി മോഷ്ടിച്ചുകൊണ്ട് വന്നതിന്റെ ഭാഗം എന്നുള്ള നിലയിൽ നിങ്ങൾ പറയുന്ന, അതായത് മലപ്പുറം ചാനൽ പറയുന്നത് അനുസരിച്ച് അതിന്റെ പങ്ക് അടൂർ പ്രകാശിന് കിട്ടിയതാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. അതുകൂടെ വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചാനലിൽ വരണം. വ്യക്തതയില്ലാത്ത ഒരാളോടാണോ സോണിയാഗാന്ധി കാണാൻ പോയത്? ഈ ആരാണ് എന്നൊരു പ്രത്യേക വ്യക്തതയില്ലാത്ത ഒരാളുമായിട്ടാണോ സോണിയാഗാന്ധി കാണാൻ പോയത്? അല്ല, എന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം സോണിയാഗാന്ധി, അതായത് പിന്നെ ഈ അന്നദാനം കഴിഞ്ഞ് അവിടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പൂജയ്ക്ക് ശേഷം എന്നോട് പറഞ്ഞു, അവിടെ വെച്ച് എന്നെ പറഞ്ഞത്, അതിന് ശേഷം ഇവിടെ ഡൽഹിയിൽ വന്നിട്ടാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് ഇങ്ങനെ സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്, MP എന്നുള്ള നിലയിൽ കൂടെ വരണം എന്ന് ആവശ്യപ്പെട്ട് ഞാൻ പോയി. അല്ല, പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാർക്ക് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന അന്നത്തെ സോണിയാഗാന്ധി സെക്രട്ടറിയായ മാധവനാണ്, അദ്ദേഹം പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്, അവർ ബ്രാഹ്മണനാണ്. ആ ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു വേട്ടയാടൽ നിന്നു കൊടുക്കുകയാണ്. അല്ല, ഞാൻ അത്രയും കാര്യങ്ങളിലേക്കൊന്നും കടന്നുള്ളൂ. എന്തായാലും ഞാൻ ഇദ്ദേഹത്തോടൊപ്പം സോണിയാഗാന്ധി കാണാൻ പോയിട്ടു. അത് എന്റെ മാന്യതയ്ക്ക് യോജിക്കാത്ത ഒരു കാര്യത്തിൽ ഞാൻ സാധാരണ ഇത് മാത്രമല്ലല്ലോ, പണ്ടും ഇതിനെക്കുറിച്ച് അറിയാവുന്ന നിങ്ങളിൽ പല ആളുകളും കാണും, പറയുന്ന ആളുകൾ. നമ്മൾ അങ്ങനെ ഒരാളിനെ പോഷിക്കാൻ ഞാൻ തയ്യാറാണ്.